ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ മലയാളികളുടെ കേൾക്കുമ്പോഴേ വായിൽ വെള്ളം ഊറുന്നൊരു ഡിഷാണ്. നമ്മുടെ സ്വന്തം നാടൻ മത്തിപ്പീര. അപ്പോൾ ഒരു തവണയെങ്കിലും കഴിച്ചാൽ പിന്നെ ആരും നമ്മുടെ ഈ മത്തിപ്പീരയുടെ രുചി മറന്നു പോവില്ല കേട്ടോ. അപ്പോൾ മത്തി മാത്രമല്ല, നമുക്ക് നെത്തോലി വെച്ചിട്ടും ഈ ഒരു രുചികരമായ പീര റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് മത്തിപ്പീര റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം പീര ചെയ്യുന്നതിനായിട്ട് ഒരു 25 ചുവന്ന ഉള്ളിയും ഒരു 10-12 ചെറിയ കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളക് വലുതാണെങ്കിൽ ഒരു 6 എടുത്താലും മതി. ഇനി ഞാനൊരു 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 6 പച്ചമുളക് എടുത്താലും മതി. അതൊന്ന് വെറുതെ ഇങ്ങനെ മുറിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ പച്ചമുളകാണെങ്കിൽ ചതക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചുവന്ന ഉള്ളിയും കാന്താരിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കിലോ മത്തി നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം 2 പച്ചമുളക് മുറിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപ്പൊടിയായി അരിഞ്ഞത്, ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ഇനി 1 കപ്പ് തേങ്ങ മിക്സറിന്റെ ചെറിയ ജാറിലിട്ട് ഒന്നങ്ങ് ഒതുക്കിയെടുത്തതാണിത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പൾസ് ബട്ടൺ യൂസ് ചെയ്ത് 1-2 തവണ അങ്ങ് പൾസ് ചെയ്തെടുത്തതാണ്. ഇനി നേരത്തെ ചതച്ചു വെച്ച ഉള്ളിയും മുളകും കൂടി ചേർത്തുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ചേർക്കാം. ഇനി കാന്താരി അല്ല പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ 1/2 കിലോ മത്തിക്ക് 8 മുതൽ 9 വരെ പച്ചമുളക് എടുക്കാം. അതിങ്ങനെ വെറുതെ കീറി നമ്മുടെ മത്തിയിലോട്ട് ചേർത്താലും മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇനി നിറയെ കറിവേപ്പില. ഇതുപോലെ ഒരു 2 പീസ് കുടംപുളി ചെറിയ പീസായിട്ട് മുറിച്ച് ചേർക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് നമ്മുടെ ഈ മീനിലോട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇനി നമ്മുടെ മീൻ വെന്ത് വരാനായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാണ്. ഇതൊന്ന് തിളച്ചു വരട്ടെ. ഇതിപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് ഈ ഒരു ചുവന്ന ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ സ്വാദ് നന്നായിട്ട് മീനിലോട്ട് പിടിക്കണം കേട്ടോ. ഇതിപ്പം മീൻ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇനി വെള്ളം വലിച്ചെടുക്കുമ്പോൾ ഒരുപാട് വറ്റിച്ച് ഡ്രൈ ആക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഇതുപോലെ ഉണ്ടെങ്കിൽ അതാണ് ആ ഒരു ടേസ്റ്റ്. പിന്നെ ഇതങ്ങ് ഒരുപാട് റോസ്റ്റ് ചെയ്തെടുത്താൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് ഇളക്കരുത്, ഇല്ലെങ്കിൽ മീൻ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.